വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവരങ്ങനെ ആഘോഷപൂർവ്വമായിട്ട് അതങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ മുറിവും തുന്നിക്കെട്ടി അവൾ പെട്ടെന്ന് പോരും എന്ന് പറയുമ്പോൾ ആ കുത്ത് കുറച്ചുകൂടി ഇറുക്കി കുത്തേണ്ടതായിരുന്നു, കയറ്റി കുത്തേണ്ടതായിരുന്നു സുസ്മിത പറയുന്നുണ്ട്. അന്നേരം കുത്തേറ്റ് കിടക്കുന്നത് ജില്ലാ കളക്ടറാണ്. കുത്തിയവനും കുത്താൻ പ്ലാൻ ചെയ്തവനും എല്ലാവരും കൂടി അങ്ങ് അകത്ത് പോകും. ഇതിപ്പോൾ നമുക്കൊരു സാവകാശം കിട്ടിയല്ലോ, അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്താൽ മതി, അതിപ്പോൾ ഈ ജോൺ സാറ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയാൽ മതി എന്ന് പറയുമ്പോൾ എന്നെ ഏൽപ്പിച്ച പണി ഞാൻ കൃത്യമായിട്ട് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. അതേസമയം ഉപേന്ദ്രൻ പറയുകയാണ് ഇനിയിപ്പോൾ അവൻ്റെ പടപ്പുറപ്പാട് ഉണ്ടാകുമെന്നാണ് എനിക്കൊരു സംശയം. അവനാണെങ്കിൽ എന്നെ എടുത്ത് ഉടുത്ത് കളഞ്ഞില്ലേ, അവൻ്റെ ഇടിയൊക്കെ ഉണ്ടല്ലോ 100-150 അച്ഛൻ്റെ അനിയനാണെന്ന് പോലും നോക്കിയില്ല എന്നിങ്ങനെ പറയുമ്പോഴും ഈ ജോൺ സാർ ചോദിക്കുന്നുണ്ട്, അല്ല അവൻ്റെ പേരെന്തുവാ, വിഷ്ണുവോ പരമശിവനോ എന്താണല്ലോ, ഇവനെയൊക്കെ ഇങ്ങനെ ഇതുപോലെ പിച്ചാത്തിപ്പിടി കയറ്റിയിട്ട് കൊല്ലാതെ കൊന്ന് അങ്ങോട്ട് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇട്ടേക്കണം എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ സുസ്മിത പറയുന്നുണ്ട്, പക്ഷേ അവനാണെങ്കിൽ ഇരുതല മൂരിയാണ്, തൊട്ടാൽ കടിക്കും, എവിടെ തൊട്ടാലും കടിക്കും, അവനെ ഇല്ലാതാക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ 2 തലയ്ക്കും ഒരുപോലെ അടിക്കണം, എങ്കിലേ അവൻ അടങ്ങി നിൽക്കൂ എന്നിങ്ങനെ സുസ്മിതയും പറയുന്നുണ്ട്. തുടർന്ന് അവർ ഈജിപ്ത് നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു രീതി തന്നെയാണ് പറയുന്നത്. അന്നേരം ചന്ദ്രബോസിൻ്റെ ആ ഒരു ബുദ്ധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതിനുള്ളിൽ കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ 4-5 ദിവസത്തെ സാവകാശമുണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം, പോലീസ് ബുദ്ധിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു മർമാണി പോലീസുകാരനായില്ലെങ്കിൽ ഒരു മർമാണി ആയേനെ എന്നിങ്ങനെ മർമ്മ നോക്കി ആണി അടിക്കാൻ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ജോൺ സാറും എല്ലാവരും പറയുന്നുണ്ട്. തുടർന്ന് ഇനി എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം വേണമെങ്കിലും പ്രതീക്ഷിക്കാം, ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രതിഫലം ഇനി തന്നിരുന്നെങ്കിൽ എനിക്ക് വേഗം കൂട് പിടിക്കാമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് ഇനി അവനെ മാനസികമായിട്ടാണ് തളർത്തേണ്ടത്, ഇനിയിപ്പോൾ അവൻ്റെ ബിഗ് പോയിന്റ് തന്നെ കയറി പിടിക്കണം, ഇനിയിപ്പോൾ ജപ്തി ആകുമ്പോൾ അച്ഛനെയും അമ്മയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകും, ആശുപത്രിയിൽ ഭാര്യയ്ക്ക് കൂട്ടിരിക്കണം, മരുന്ന് മേടിക്കാൻ ബാക്കിയുള്ള പൈസയൊക്കെ ഉണ്ടാക്കണം, എല്ലാം കൂടി അവനാകെ തളരും. ആ നിമിഷം നോക്കി, ആ ഒരു അവസരം നോക്കി അവനെ പത്തി നോക്കി അടിക്കണം എന്നിങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങളുടെ ബുദ്ധിയൊക്കെ സമ്മതിക്കണമെന്ന് ഈ ജോൺ സാറുമൊക്കെ പറയുന്നത്. തുടർന്ന് സുസ്മിതയോട് പറയുന്നുണ്ട് കൊടുക്കാനുള്ളത് അങ്ങോട്ട് എടുത്ത് കൊടുത്തേക്കാനായിട്ട്. തുടർന്ന് സുസ്മിത അകത്തേക്ക് പോയിട്ട് ഒരു ബാഗിൽ ക്യാഷ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇതിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ജോൺ സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരമാണ് പറയുന്നത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രനും പറയണം ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി ഒന്നുകൂടെ ഒഴിക്കട്ടെ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ വേണ്ടാന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അവരിങ്ങനെ ഇറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ നിൽക്കുമ്പോഴാണ് ജഗദീപ് ഇങ്ങനെ ബൈക്കിൽ വരുമ്പോൾ വേറെ കാറൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഇതിപ്പോൾ കണ്ടിട്ടില്ലാത്ത വണ്ടികളൊക്കെ കിടക്കുന്നല്ലോ, ഏത് ഊളയാണോ എന്തോ എന്നും പറഞ്ഞിട്ടാണ് ജഗദീപും കൂടി അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഈ വിഷ്ണുവിൻ്റെയും ബാക്കി കാര്യങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ. അന്നേരം കൊള്ളാം, നല്ലതായിരിക്കുന്നു, ശാലിനി മേഡത്തെ വീട്ടിയല്ലേ എന്നിങ്ങനെ ജഗദീപ് ആ ഒരു ദേഷ്യത്തിലാണ് ചന്ദ്രബോസിനോട് സംസാരിക്കുന്നത്. അന്നേരം അത് ഈ ഉപേന്ദ്രൻ്റെ മരം വെട്ട കേസ് പോലെ തന്നെയാണ്, കുറുകെ നിന്നാൽ അങ്ങ് വെട്ടി മാറ്റുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ പക്ഷേ ഏതായാലും ഒരിക്കലും ഇതൊക്കെ പിടിക്കപ്പെടും, അന്ന് എല്ലാവരും കൂടി അകത്ത് പോകും എന്നൊക്കെ ജഗദീപ് പറയുമ്പോൾ ചന്ദ്രബോസ് ആണെങ്കിൽ ജഗദീപിനെ അടിക്കാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം വേണ്ട ചിറ്റപ്പാന്നും പറഞ്ഞ് സുസ്മിത പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, അപ്പോൾ ജഗദീപ് ചോറ് ഇവിടെയും കൂറ് അവിടെയുമാണല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഇറങ്ങിക്കോണം എൻ്റെ വീട്ടിൽ നിന്നും, മര്യാദയ്ക്കാണെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ജഗദീപ് ആകെ എങ്ങനെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. തുടർന്ന് ജോൺ സാറിനോട് പറയുന്നുണ്ട്, സാറ് ക്ഷമിക്കണം, നല്ലൊരു ഫംഗ്ഷൻ നടത്തുന്നിടത്തേക്ക് ഒരു തെരുവ് നായ കയറി വന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെ അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം തുടർന്ന് ബാക്കി ഒരു സന്തോഷത്തോടെ അവരൊക്കെ പിരിയുകയാണ് കൈ കൊടുത്ത്. അന്നേരം ജഗദീപ് ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഓ സുസ്മിതേ, നീ അപ്പോൾ എന്നെ തെരുവ് നായ ആക്കിയല്ലേ, പക്ഷേ തെരുവ് നായക്കൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പേ വരും, അങ്ങനെ ഒരു അവസരം ഉണ്ടാകും, നീ സൂക്ഷിച്ചോ എന്നിങ്ങനെ ജഗദീപ് മനസ്സിൽ കരുതുന്നുണ്ട്. ജഗദീപിന് ആകെയും വിഷമം തോന്നുന്നുണ്ട്, ഇവരാ സന്തോഷിക്കുന്നത് കണ്ടിട്ട് ആ വിഷ്ണുവിനും ശാലിനിക്കും ആ ഒരു ഗതി വന്നതിലൊക്കെ ജഗദീപ് നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. തുടർന്ന് ജഗദീപ് ആണെങ്കിൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രോഹിത് ഇങ്ങനെ വീണ്ടും കുടിച്ചിങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നു, ഗ്ലാസും കുപ്പിയൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. തുടർന്ന് പിന്നെ പറയുകയാണോ, ജനിക്കുന്നെങ്കിൽ ഇവനെ പോലെ ജനിക്കണം, ഒരു അല്ലലുമില്ല ആദിയില്ല, ഇങ്ങനെ കുടിച്ച് വിശാലമായിട്ട് കിടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ആണെങ്കിൽ രോഹിത്തിനെ പോയി വിളിക്കണ്ട എടാ എഴുന്നേക്കിടാന്ന് പറയുകയാണ്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ, നിന്നെ ബലിയാടാക്കിയിട്ട് ഒരു കുടുംബം തകർക്കാനുള്ള വിദ്യയാണ് അവർ നോക്കുന്നത്, നിനക്ക് തരാമെന്നൊക്കെ പറയുന്നത് വെറുതെ വാഗ്ദാനങ്ങൾ മാത്രമാണ്, നിന്നെ അവർ അവസാനം
ബലിയാടാക്കും, നിന്നെയും കഴുത്തറുത്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കാനായിട്ടാണോ നിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജഗദീപ് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഇപ്പം രക്ഷപ്പെടാം ഇവിടെ നിന്ന്, എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, എനിക്ക് ആരുമില്ല, എൻ്റെ ജീവിതം എങ്ങനെ തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ജഗദീപ് പറയുകയാണ്, നിനക്ക് മരിക്കണമെങ്കിൽ വേറെ എന്തെല്ലാം വഴിയുണ്ട്, എന്തിന് നീ എന്തിനാ ഇവരുടെയൊക്കെ ഈ കള്ളക്കളിക്ക് എന്തിനു കൂട്ടു നിൽക്കുന്നു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇവരെയൊക്കെ നിനക്ക് തരാമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ പോലെ വെറും വാക്ക് മാത്രമാണ്, നിന്നെ ഒന്നും തരില്ല, അവസാനം നിൻ്റെയും കഴുത്തറുക്കുക മാത്രമേ അവർ ചെയ്യത്തുള്ളൂ, നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ രോഹിത്തിനാണെങ്കിൽ ഒട്ടും ബോധമില്ല. രോഹിത്ത് ചോദിക്കുകയാണ്, നീ എനിക്കൊരു കാര്യം തരും, ഒരു 2 പെഗ്ഗൂടെ തരുമെന്ന് ചോദിക്കുമ്പോൾ ദേ കിടക്കുന്ന വീണ്ടും ഇവനോടൊന്നും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഞാൻ നിനക്കോടൊന്നും പറയുന്നില്ല, വരുന്നിടത്ത് വെച്ച് നീ നിൻ്റെ വിധി അനുഭവിച്ചോ എന്നും പറഞ്ഞ് ഇതിന് ആകപ്പാടെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരവും ഈ രോഹിത്ത് 2 പെഗ് തരുമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇടാം, നീ ഒന്ന് രക്ഷപ്പെടുക, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറയുമ്പോഴും രോഹിത്ത് അങ്ങ് അപ്പോഴത്തേക്കും അങ്ങ് ബോധം പോകുന്നുണ്ട് രോഹിത്തിന്. അപ്പം ദയ കിടക്കുന്നു ചത്ത് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ആകെ അങ്ങ് ടെൻഷനാവുകയാണ്. എന്നിട്ട് ജഗദീപ് ആ ജനലിൻ്റെ സൈഡിലേക്ക് പോയിരുന്നിട്ട് ശാലിനി മേഡത്തെയും വിഷ്ണു ആശാനെയും ഇവരുടെ കൈകളിൽ നിന്ന് ഇങ്ങനെ രക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ആലോചിച്ച് ജഗദീപ് ഇരിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ശ്യാമയാണെങ്കിൽ പപ്പിയുടെയും ശ്യാമയുടെയും ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. അന്നേരം കുട്ടിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളിതൊക്കെ എടുത്തുകൊണ്ട് എവിടെ പോവുക അമ്മയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്കെന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയുടെ വീട്ടിലേക്കോ, എന്നിട്ട് നമ്മളിനി ഇങ്ങോട്ടത്തേക്ക് വരികയില്ലേന്ന്. അന്നേരം ഇന്നലെ സത്യമ്മ പറഞ്ഞത് മോള് കേട്ടില്ലേ, നമ്മളോട് ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞതെന്ന്. എങ്കിൽ വിഷ്ണുവച്ചനെ കൊണ്ട് പറയിച്ചാലോ എന്ന് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കേട്ടില്ല, പിന്നെ എങ്ങനെയാണ് വിഷ്ണുവച്ചൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ നമ്മളിനി ഇവിടെ എന്നാൽ ശരിയാവില്ല, നമുക്ക് പോയേ പറ്റൂ എന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ കവിളിലേക്ക് പിടിച്ചിട്ട് രണ്ട് കവിളിലേക്കും പിടിച്ചിട്ട് ശ്യാമ പറയുന്നുണ്ട്, ഇറങ്ങുന്നതിന് മുന്നേ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും അനുഗ്രഹം കാലിത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം, എവിടെ പോയാലും അവരുടെ 2 പേരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെയും കൊണ്ട് ബാഗൊക്കെ ആയിട്ട് താഴേക്ക്. അതേസമയം അവിടെ സത്യഭാമയാണെങ്കിൽ ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. ഭാമ ഇങ്ങോട്ടാണ് വിളിക്കുന്നത്, ബിസിനസ്സിൽ അല്പം പാളിച്ച വന്നു, അല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ എന്നും പറഞ്ഞ് ഭാമ ഫോൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാമയുടെ അവസ്ഥ അറിഞ്ഞിട്ട് ആരൊക്കെയോ വിളിക്കുന്നതാണ്. ആ സമയത്താണ് ഇങ്ങനെ ശ്യാമയും പപ്പിയും കൂടി താഴേക്ക് വരുന്നത്. അന്നേരം ഭാമയാണെങ്കിൽ ഇവരെ കണ്ടിട്ട് അങ്ങ് ഫോൺ നോക്കിയും ഇരിക്കുകയാണ്, മൈൻഡ് ചെയ്യാതെ. തുടർന്ന് രാഘവൻ നായരുടെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ കുഞ്ഞടുത്തേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർക്ക് അങ്ങ് കരയുകയാണ്. അന്നേരം അച്ഛൻ കരയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ പപ്പിമോൾ പോവുകയാണ് അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ ചേർത്ത് പിടിച്ചങ്ങ് രാഘവൻ നായർ കരയുന്നേ ഉള്ളൂ. അന്നേരം പിള്ള മനസ്സിൽ കരുതുകയാണ്, കുട്ടികളെ വളർത്തുന്നത് ഇങ്ങനെ തന്നെ വളർത്തണം, അല്ലെങ്കിൽ അന്യം നിന്ന് പോയ ഈ രീതികളൊക്കെ മുതിർന്നവരും കുട്ടികളും ഒക്കെ മറന്നു പോകുമെന്ന് പറയുകയാണ്. ആ കൊച്ചിൻ്റെ രീതി കണ്ടിട്ടാണ് പിള്ള അങ്ങനെ പറയുന്നത്. തുടർന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മുത്തമൊക്കെ രാഘവൻ നായർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമ പറയുകയാണ്, സത്യമ്മയുടെ കാലിതൊട്ട് അനുഗ്രഹം വാങ്ങാൻ. ഭാമയെ നോക്കുമ്പോൾ ഭാമ പക്ഷേ ഫോണിൽ നോക്കി അങ്ങ് ഗൗരവമായിട്ടിരിക്കുകയാണ്, ഇവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അന്നേരം ചെല്ലും മോളെ എന്ന് പറയുമ്പോൾ പിന്നെ കുട്ടിയാണെങ്കിൽ ചെന്ന് സത്യഭാമയുടെ കാലിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. പക്ഷേ അത് മനസ്സുകൊണ്ട് ഭാമ അറിയുന്നെങ്കിലും ഭാമ മനസ്സുകൊണ്ട് ആ ഒരു ഇത് ഉണ്ടാകുന്നെങ്കിലും സത്യഭാമ ആ ഒരു ഭാവം അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ തിരിഞ്ഞു തന്നെ ഇരിക്കുകയാണ് ഫോണിലേക്ക് നോക്കിക്കൊണ്ട്. അന്നേരം പപ്പിമോൾ പോവുകയാണ്. ഇനി അച്ഛമ്മ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കുറുമ്പ് കാണിച്ചു, ഒന്നും ബുദ്ധിമുട്ടിക്കില്ല, പപ്പിമോൾ പോവുകയാണെന്ന് പറയുമ്പോൾ ഭാമയ്ക്ക് മനസ്സിൽ വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. തുടർന്ന് ശ്യാമ അങ്ങ് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയോട് പറയുകയാണ്, സത്യമ്മേ പിന്നെ ഞങ്ങൾ പോവുകയാണ്, ഇനി എവിടെ വെച്ച് ഇനി എപ്പോഴെങ്കിലും കാണാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭാമ അങ്ങോട്ട് ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എന്താണ് വിചാരിച്ചത്, ഞാനങ്ങ് ചത്തുപോകുമെന്ന് വിചാരിച്ചോ? അമ്മയുടെയും മക്കളുടെയും ഒക്കെ ആഗ്രഹം അത് തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ സത്യഭാമ മരിക്കത്തില്ല, പാറ പോലെ ഉറച്ചു നിൽക്കും, എന്ത് വന്നാലും അത് നേരിടുക തന്നെ ചെയ്യും, അത് ഞാൻ മനസ്സാലെ ഉണ്ടാക്കി എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയല്ല ശ്യാമ പറഞ്ഞെന്ന് ശ്യാമയ്ക്ക് പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല. തുടർന്ന് രാഘവൻ നായർ എഴുന്നേറ്റിട്ട് പറയുകയാണ്, ഭാമയെ നീ ഒന്നും മിണ്ടാതിരിക്കുക, അവർ പോകുമ്പോഴെങ്കിലും സന്തോഷമായിട്ട് പൊയ്ക്കോട്ടെ. അന്നേരം ഞാനിപ്പോൾ പറഞ്ഞതാണോ കുറ്റം, എല്ലാവർക്കും ഞാനാണല്ലോ കുറ്റം, ഞാൻ വരുത്തി വെച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭാമയാണെങ്കിലും ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ ആ ഒരു സീൻ സത്യഭാമ അവിടെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നത് തന്നെയാണ്. അന്നേരം ശ്യാമയാണെങ്കിൽ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് രാഘവൻ നായരുടെ അനുഗ്രഹവും വാങ്ങുന്നുണ്ട്. എന്നിട്ടെന്ന് പറയുകയാണ്, അവൾ മാറില്ല മോളെ, അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവും വരില്ല എന്ന് രാഘവൻ നായരും പറഞ്ഞിട്ട് ശ്യാമയോട് പറയുകയാണ്, നന്നായി വരണമെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അതിനും വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് രാഘവൻ നായർ വിഷമിച്ച് നിൽക്കുകയാണ്. ശ്യാമ നിന്നും കരയുന്നുണ്ട്.
തുടർന്ന് ശ്യാമയും പപ്പിയും കൂടി പിള്ളേരുടെ അടുത്തേക്ക് ചെന്നിട്ട് പിള്ളച്ചേട്ട പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ പപ്പിമോള് പോവുകയാണെന്ന് പോട്ടെ എന്നിങ്ങനെ കുട്ടിയും ചോദിക്കുന്നുണ്ട്. അന്നേരം എവിടെ വെച്ചെങ്കിലും കാണാം മോളെ, കണ്ടില്ലെങ്കിലും ഈ പിള്ളച്ചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ തലയിലേക്കൊക്കെ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. തുടർന്ന് പൊന്നിയുടെ അടുത്തേക്ക് ശ്യാമ ചെല്ലുമ്പോൾ ശ്യാമയുടെ പിടിയങ്ങ് വിടുകയാണ്. ശ്യാമയങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. പൊന്നിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. പൊന്നിയും കരയുന്നുണ്ട്. തുടർന്ന് ഈ കൊച്ചിനെയും പോട്ടെ പൊന്നി ആൻറ്റിയും ചോദിക്കുമ്പോൾ പിന്നെ കുട്ടിയെ ചേർത്ത് പിടിച്ച് നെറ്റിലേക്ക് മുത്തമൊക്കെ പൊന്നു കൊടുക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ ഒന്നുകൂടെ നോക്കിയിട്ട് കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പിന്നെ ശ്യാമ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. വാതിൽക്കൽ എത്തിയിട്ടും ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം മുകളിലേക്ക് പോയ ഫാമയാണെങ്കിൽ ആ ബാൽക്കണിയിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ഫാമ അങ്ങ് കരയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ഈ പപ്പി പ്രസവിച്ചതിന് ശേഷം ആദ്യമായിട്ട് കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട്. ഈ കുഞ്ഞിങ്ങനെ പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. കുറുമ്പ് കാണിച്ചും വീട്ടിൽ നിന്ന് ആരോടെ ഇറങ്ങിപ്പോയ കഥയും അച്ഛമ്മേ ഇനി പപ്പിമോള് ബുദ്ധിമുട്ടിക്കില്ല പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഫാമ ഓർത്ത് ഫാമയങ്ങ് കരയുകയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ച സീനൊക്കെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഫാമ മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇവർ പോകുന്നത് സങ്കടത്തോടെ. പക്ഷെ അവർ അവിടെ ഇറങ്ങിയിട്ടില്ല, വാതിൽക്കൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ അന്നേരം സ്കൂൾ ബാഗും താഴെ വെച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി വീണ്ടും രാഘവൻ നായരെ കെട്ടിപ്പിടിച്ചൊന്നുകൂടെ കരയുകയായിരിക്കും. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ ഇവർ അവിടെ നിന്നും പോകുന്നതും ഫാമ സങ്കടത്തോടെ നോക്കുന്നതും ഒക്കെ. അപ്പോൾ ഇവരാണ് ഓട്ടോയിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ ഒരു ഓട്ടോ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വരുന്നത് ഒരു പ്രൊമോയിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരാണ് ചെല്ലുന്നത്. പിന്നീടാണ് ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ജപ്തി നടപടികളിലൊക്കെ വരുന്നത്. അതൊക്കെ എന്താണെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.